2015 എനിക്ക് BP തുടങ്ങിയത്. 2015 ഒക്ടോബറിൽ നോക്കിയപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് BP 190, PPBS 240, HbA1c 7.64 ആയിരുന്നു. അത് ഇപ്പോൾ 2015 എന്ന് പറയുമ്പോൾ കൃത്യം 10 വർഷം കഴിഞ്ഞാണ് ഇപ്പം നോക്കിയപ്പോഴല്ല ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 101, PPBS 174 എന്ന് പറയുന്ന ഒരു ശകലം കൂടുതലുണ്ട്, എന്നാലും ഞാൻ വളരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ HbA1c 6.7, കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ 6.7. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ BP-യും അതുപോലെ തന്നെ ഡയബറ്റീസും എല്ലാം നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ 2015 മുതൽ 2014 വരെ 2013 ഞാൻ റിട്ടയർ ചെയ്യുന്നിടം വരെ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഡയബറ്റീസൊക്കെ സ്കൂളിൽ വന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല. അത് കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോഴങ്ങനെ നമ്മൾ നടപ്പൊന്നും ഇല്ലാതായപ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് അറിയാനും ഇല്ലല്ലോ, ഡയബറ്റീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ പല്ലിന് വേദന വന്നപ്പോൾ പല്ലെടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് 203 ഉണ്ടായിരുന്നു PPBS. അപ്പോൾ പറഞ്ഞു പല്ല് വേദന ഇതിൻ്റെ ഷുഗർ ഉള്ളതുകൊണ്ട് പല്ലെടുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അന്ന് പോയി എടുത്തതായിരുന്നു 190 mg/dl ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 190, PPBS 240. അപ്പോൾ അത്രയും കണ്ടപ്പോൾ പറഞ്ഞത് കുറഞ്ഞെങ്കിലേ പല്ലെടുക്കാനൊക്കത്തുള്ളൂ മതി. പിന്നെ ഞാൻ മരുന്നൊക്കെ കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ കുറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ അതുപോലെ ശ്രദ്ധിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും, ഒരു പരിധി വരെ നിയന്ത്രിക്കാം. പക്ഷേ ആഹാരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിയന്ത്രിക്കാനാണ്? ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ ചോറുണ്ണണം, ചപ്പാത്തി. അവർ പറയും ഞാൻ ഗോതമ്പ് കഴിക്കും, ഗോതമ്പിന് കുഴപ്പമില്ല. പക്ഷേ ഗോതമ്പിനും ഉണ്ട് ഷുഗർ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അരിയാഹാരം കുറയ്ക്കുക, ഗോതമ്പ് കഴിക്കരുത്. അതുപോലെ ലിറ്റിൽ മില്ലറ്റ് കഴിക്കുക, ചെറുധാന്യങ്ങൾ കഴിക്കുക. പിന്നെ വേറെ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നുണ്ട്, അത് നല്ലതാണ് പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ. പിന്നെ പഴുക്കാത്ത ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ്. ചക്കപ്പുഴുക്ക് നല്ലതാണ്. അതുപോലെ റാഗി, മുതിര, ഉഴുന്നൊക്കെ ഇട്ട് അരച്ച് ദോശ ഉണ്ടാക്കി തിന്നുന്നത് നല്ലതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം. എൻ്റെ അനിയത്തിമാർക്കെല്ലാം കണ്ണിനൊക്കെ നീർക്കെട്ടുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ പേടിയാണ്. ഞാൻ ഇന്നലെ പോയി കണ്ണ് പരിശോധിച്ചു, കുഴപ്പമില്ല, കണ്ണിനൊന്നും ഷുഗറിൻ്റെ ഒന്നും